നമ്മളുടെ ഊട്ടി ക്യാരറ്റാണ്. അപ്പോൾ എല്ലാവരും വാങ്ങുന്നുണ്ട്. ബോട്ടോസ് അടിപൊളി ഉണ്ട്. തലശ്ശേരി റെസ്റ്റോറന്റ് നമ്മൾ രാവിലെ കഴിച്ചതിന്റെ അവരുടെ വിങ് ഇവിടെയുണ്ട്. അത് കണ്ടില്ലേ? തലശ്ശേരി റെസ്റ്റോറന്റ് കണ്ടില്ലേ? ഡൈനോസർ 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 ഇത് ഒരു എൻട്രൻസ് ആണ്. ഇവിടെ എല്ലാ ഷോപ്പുകൾ, ആൾക്കാരൊക്കെ നിൽക്കുന്നു. ടൂറിസ്റ്റുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ടിക്കറ്റ് കൗണ്ടർ. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? അത് തന്നെ നല്ല തിരക്ക്. എത്രയാണെന്ന് ടിക്കറ്റ്? അഡൽറ്റിന് 25 രൂപയുള്ളൂ. ബോട്ടോസ് 25 രൂപയുള്ളൂ. കുഴപ്പമില്ല. ബോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എത്ര പേർക്ക് എത്ര രൂപ, എത്ര മണിക്കൂർ ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഐ ലവ് ഊട്ടി ഇവിടെയുണ്ട്. ഇത് കൊള്ളാം. അല്ലെ ബോട്ടിങ് അവിടെ നിന്നും വരുന്നുണ്ട് ബോട്ടിങ്. ഇത് കണ്ടില്ലേ? കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഈ ഡയറക്ഷനിലോട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് വരികയാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ? മിക്കവരും എന്തുമാത്രം ബോട്ടിങ്, പല രീതിയിലുള്ള ബോട്ടിംഗ് ഉണ്ട്. ചവിട്ടുന്ന ബോട്ടിംഗ് ഉണ്ട്, മോട്ടോർ ബോട്ടിംഗ് ഉണ്ട്, തുഴയണ ബോട്ടിംഗ് ഉണ്ട്. കൊള്ളാം. അല്ലേ, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഒരു കയറ്റുള്ളൂ. എന്തെങ്കിലും വേണ്ടിയിട്ട് അവരുടെ യാത്ര ചെയ്യുന്നു. അവരിപ്പോ ഒതുക്കാൻ വേണ്ടി വരികയാണ്. ഇതെല്ലാം മോട്ടോർ ബോട്ടുകളാണ്. അവിടെ നിന്ന് അങ്ങനെ വരുന്നതെല്ലാം ചവിട്ടുന്ന ബോട്ടുകളും എല്ലാം കിടക്കുന്ന ഇവിടെയാണ്. കണ്ടില്ലേ? പെറ്റിൽ ബോട്ടുകളെല്ലാം ഇവിടെയാണ്. സെൽഫി ഓൺ ദ ബോട്ട് ഈസ് പ്രൊഹിബിറ്റഡ്. അപ്പൊ അതും എടുക്കാൻ പറ്റില്ല. നമ്മള് വെള്ളത്തിനെ ഇങ്ങനെ അഴുക്കാക്കാൻ കണ്ടില്ലേ? ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടുന്ന ബോട്ടെല്ലാം ഈ സൈഡും, മറ്റേ മോട്ടോർ ബോട്ടെല്ലാം ആ സൈഡും. ഈ കറങ്ങണൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സ്പീഡ് തുടങ്ങി. കുറെ കഴിയുമ്പോ ഭയങ്കര സ്പീഡായിരിക്കും ഇതൊക്കെ. ഇതാണ് വ്യൂ. ചുമൂടി സൂം ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ആളെന്നാണ് പെറ്റിൽ ബോട്ടിൽ വരുന്നത്. അങ്ങ് വരെ ചവിട്ടാൻ പറ്റും. ചവിട്ടി അവര് പറയുന്ന ടൈം നമ്മൾ തിരിച്ചെത്തണം. അതായിരിക്കും. ഈ സ്റ്റെപ്പ് വഴി കൂടെ കയറിയിട്ടാണ് കുറച്ചും കൂടി നല്ല വ്യൂ ആണ്. പെറ്റിൽ ബോട്ടിന്റെ കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്തുമാത്രം ബോട്ടുകളാണ് പറഞ്ഞത്. കണ്ടില്ലേ? ഇവരെല്ലാം ജാക്കറ്റ് ഇട്ട് നിൽക്കുകയാണ് കയറാൻ വേണ്ടിട്ട്. എടുക്കാൻ പാടില്ല എന്നിട്ട് വെറുതെ എടുത്തോണ്ടിരിക്കാനാ ട്രൈപോഡൊക്കെ വെച്ച്. ഇതിങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ആ കുട്ടികൾ കറങ്ങണത്. ഇവിടെയാണ് ആ ലവിന്റെ ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഇവിടെ ട്രെയിനും അങ്ങനത്തൊക്കെ കാര്യങ്ങൾ. കാത്തു ഇതില് കയറിയിരിക്കുകയാണ്. നമുക്ക് പിന്നെ ധൈര്യം കൂടുതലുണ്ട്. നമ്മളിതിൽ വേണ്ടെന്ന് വിചാരിച്ച് അവളും വേറെ രണ്ടുണ്ട്. ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ബാക്ക് സീറ്റിലാണ് അവരിയ്ക്കുന്നത്. ഇങ്ങനെ പോകുമ്പോ കിടന്ന് വിളിക്കണം. നല്ല പേടി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ് ഭയങ്കരമായിട്ട്. അത് തുടങ്ങാൻ പോണ അടുത്ത ബാച്ച് കയറാൻ പോണ ഇവിടെ കടല വേവിച്ച് വെച്ചിരിക്കണം. ഇവിടെ സ്വീറ്റ് കോൺ വേവിച്ച് വെച്ചിരിക്കണം. ഇവിടെ ഐസ്ക്രീം, ഇവിടെ ജ്യൂസ്, ബിരിയാണി, ലൈവ് പിസ്സ. 30 രൂപ വരെ കോഫി. അല്ല 30 രൂപ ടീ ആണോ കോഫിയാണോ? കോഫി 30 രൂപ കോഫി. ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിലുള്ള ചോക്ലേറ്റ് ആണ് ഹൊറർ ഹൗസ്. പേടിക്കാൻ രീതിക്കുള്ള ഇതൊക്കെയാണ്. ഇവിടെ സിനിമ കാണാൻ പറ്റുമെന്ന് 70 സിനിമയാണ് ഇവിടെ പാട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വഴി എക്സിറ്റ് ആണ്. ഇനി ട്രെയിനൊക്കെ ഉണ്ട്. ബോട്ട്സുകളുടെ അത് ഹാഫ് റൗണ്ട് ആണെങ്കിൽ 125, ഫുൾ റൗണ്ട് ആണെങ്കിൽ 250. ഫോട്ടോ എടുക്കണമെങ്കിൽ 30 വരും. ഞങ്ങളകത്ത് കെട്ടി നിർത്തിക്കുന്നു. ഇങ്ങനെ ഓരോ കുതിര കയറുന്നതനുസരിച്ച്, ഓരോ ആൾക്കാർ വരുന്നതനുസരിച്ച് അവര് ഇങ്ങനെ റൈഡ് നടത്തും.
വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അതുവഴി കൂടെ അവിടെ ഫുൾ ഷോപ്പ്, നമ്മൾ നേരത്തെ കണ്ട ഷോപ്പുകൾ തന്നെയാണ് ഇതെല്ലാം. നമ്മൾ എക്സിറ്റ് അടിക്കാൻ പോവുകയാണ്. ഇതാണ് ബോട്ടോസ്. കൊള്ളാം, അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസ് ഒക്കെ എടുക്കാനും നമുക്ക് ഇപ്പൊ ബോട്ട് ചെയ്യുന്നവർക്ക് ബോട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് അവിടെ പോയി നിന്ന് ജസ്റ്റ് ഒന്ന് അതൊക്കെ കണ്ട് ഒന്ന് വരാം. കൊള്ളാം. തമിഴ്നാട് പോസ്റ്റ് വിങ്, ഇവിടെയാണ് തമിഴ്നാട് പോലീസ് വിങ്, നീൽഗിരീസ് ടൂറിസം, ഹോഴ്സ് റൈഡിങ്. മെല്ലെ 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 അങ്ങനെ നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തിരിച്ചു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള യാത്രയാണ്. എന്താ കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ. അപ്പോൾ നമ്മൾ പോയപ്പോൾ നല്ല പുൽമേട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ ആണ്. ഇഷ്ടംപോലെ കടകളുണ്ട്. ഏകദേശം എല്ലാ ഷോപ്പുകളും ഇവിടെ തന്നെ ഉണ്ട്. വീടുകളും ഇതൊക്കെ രാവിലെ കാണാൻ നല്ല രസമായിരിക്കും. ഇവർക്ക് മഞ്ഞൊക്കെ ചെറിയായിട്ട് മഞ്ഞൊക്കെ മൂടി കിടക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. നീലഗിരീസിൻ്റെ നമ്മളെ ബറ്റാലിയൻ്റെ ഇതാണ്, പട്ടാളത്തിൻ്റെ. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ചെറുതായിട്ട് കിട്ടിയുള്ളൂ. അത് എടുക്കുകയും നമ്മളെ ഊട്ടിയിലെ ഇതാണ്. അത് കണ്ടില്ലേ, സ്കൂളുകളും അമ്പലങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം എല്ലാം ഇതൊരു ചെറിയ ബസ് സ്റ്റോപ്പാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടാണ്. അതായത് ഇതിപ്പോൾ അവരുടെ മെയിൻ ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ, കോണൂരിലെ മെയിൻ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോണൂർ. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. താഴോട്ടും മേളിലോട്ടൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ആദ്യം കയറിപ്പോയപ്പോഴേ നമുക്കൊരു ഇരുട്ടായിരുന്നു. നമ്മൾ കയറിപ്പോയപ്പോൾ ഏകദേശം സന്ധ്യ ടൈം കഴിഞ്ഞിട്ടില്ലേ നമ്മളിവിടെ എത്തിയത്. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഒരു ഉച്ച ടൈം ഇറങ്ങിയുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വ്യൂസ് എല്ലാം നല്ല വൃത്തിയായി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ KSRTC ബസ്സും അല്ലാത്ത വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വണ്ടികളെല്ലാം പതുക്കെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കാറുകളൊക്കെ ഇഷ്ടംപോലെ വേറെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് മുകളിലോട്ടും താഴോട്ടൊക്കെ. അപ്പോൾ അവർ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ വളവും തിരിവൊക്കെ ഉണ്ട്, കൂടുതൽ സ്പീഡിൽ പോകാനും പറ്റില്ല. പക്ഷേ ചില വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് കാണുമ്പോഴേ ഇതാവും. അപ്പോൾ അത് കണ്ടില്ലേ, വലിയ മലകൾ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല വ്യൂ ആണ് ഇതൊക്കെ. പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ. അപ്പോൾ നമ്മൾ മിറർ ക്ലോസ് ചെയ്തു. അപ്പോൾ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പാട്ടിട്ടു, അത് കാരണം. അപ്പോൾ ഇഷ്യൂ കൂടെ സീറ്റിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അവിടെ പോയി കളിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ വീഴും. അപ്പോൾ അവരെല്ലാം നല്ല കളിച്ച് ആടി തമിറുക്കുകയാണ്. കോയമ്പത്തൂരിലെത്തി. അപ്പോൾ ഇവിടെയും സ്വിഗ്ഗി. അപ്പോൾ നമ്മളൊരു കട കണ്ടു, മദ്രാസ് കോഫി ഹൗസ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി 2 കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.